നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാനിഷ റസൽ. ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എങ്ങനെ നമ്മുടെ വീട് ക്രിസ്മസിന് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോ ഒരു തെർമോക്കോളിന്റെ പീസ് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഏതെങ്കിലും ഒരു ചെടിയുടെ കുറച്ച് വള്ളികൾ എടുക്കാം. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നന്നായിട്ട് ഉണങ്ങിയതാണ്. അതിൻ്റെ ഒരു നൂല് ഉപയോഗിച്ച് ഈ തെർമോക്കോളിലോട്ട് നല്ലോണം നമുക്ക് കെട്ടി ഉറപ്പിക്കാം കേട്ടോ. നൂലുപയോഗിച്ച് ഇതുപോലെ ചുറ്റി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അവിടെ ഇവിടെയായിട്ട് പൊന്തി നിൽക്കുന്ന വള്ളികളൊക്കെ നമുക്ക് മെല്ലെ കൈവച്ചൊന്ന് താഴ്ത്തി കൊടുക്കാം. മുഴുവൻ പോർഷനും ഞാൻ ചെയ്യണില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം ഞാൻ വള്ളികളൊന്നും ഒട്ടിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തെ കുറച്ച് വള്ളികൾ നമുക്ക് കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ ക്രിസ്മസ് റീത്തിൻ്റെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു നോട്ട്ബുക്കിൻ്റെ ചട്ട എടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു വട്ടം വെട്ടിയെടുത്തിട്ടുണ്ട്. ഉണങ്ങിയ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോണ പോലത്തെ ഇലകൾ എടുക്കരുത്. കുറച്ച് കട്ടിയുള്ള ഇലകൾ കേട്ടോ. ഇതിപ്പോൾ സപ്പോർട്ടഡ് ഇലയാണ്. ഇതങ്ങനെ പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോവില്ല. ഇനി ഇത് ഓരോന്നായിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഒരു പൂവിൻ്റെ ആകൃതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഗ്ലൂഗൺ ഒന്നും കയ്യിലില്ല എന്ന് 2-3 പേര് മെസ്സേജ് അയച്ചു. ഗ്ലൂഗൺ ഇല്ലെങ്കിലും ഫെവി ബോണ്ട് ഉപയോഗിച്ച് നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ കരിയിലെടുക്കുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ള ഇലകൾ എടുക്കരുത്. ഒരു 5-6 ഇലകൾ വലുതും പിന്നെ അതിനേക്കാളും കുറച്ച് ചെറിയ ഇലകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 വലിയ ഇലകൾ ഒട്ടിച്ച ഗ്യാപ്പിൽ അതുപോലെ തന്നെ കുഞ്ഞു ഇലകൾ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. വളരെ കനം കുറഞ്ഞ ഇലകൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകും കേട്ടോ. 2 ലെയർ ഇതളുകളുള്ള ഒരു പൂവിനെ പോലെ നമ്മൾ ഈ ഇലകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയായിട്ട് പൊങ്ങി നിൽക്കുന്ന ഈ നെറ്റികളൊക്കെ ഒരു കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ഇലകളെ ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പുറത്തോട്ട് കാണുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. മുഴുവനായിട്ട് ഞാനപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ കരിയില്ല എന്നൊന്നും ആരും പറയില്ല. നല്ല മെറ്റാലിക് ഫിനിഷോടുകൂടി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് ക്രാഫ്റ്റായിട്ട് ജാറുകൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊട്ടിക്കാൻ വേണ്ടി കുഞ്ഞു സപ്പോർട്ടുകൾ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. ആ വീഡിയോ കാണാത്തവരൊന്ന് ഓടിപ്പോയി കണ്ടു നോക്കുക. അതിൻ്റെ കൂടെ ഉണങ്ങിയ കുറച്ച് വലിയ സപ്പോർട്ടുകളും ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ടയുടെ മുകളിൽ മുഴുവനായിട്ട് ഞാൻ ഫെവിക്കോൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് റെഡ് കളർ ഗ്ലിറ്റർ പെട്ടെന്ന് തന്നെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഗമ്മ് പരത്തിയിട്ട് ഞാൻ ഈ ഗ്ലിറ്ററിൽ ഇതൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തിളങ്ങണ സപ്പോർട്ടുകളെ ഗ്ലൂഗൺ ഉപയോഗിച്ച് നമുക്ക് ഈ പൂവിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ റീത്തിൻ്റെ കുറച്ച് ഭാഗത്ത് നമ്മൾ വള്ളികൾ വെച്ചിട്ടില്ലല്ലോ, അവിടെയായിട്ട് നമ്മുടെ ഈ പൂവിനെ നമുക്ക് മെല്ലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പഴയൊരു ഫ്ലവർ വേസിലെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് ആണ് കേട്ടോ. അത് നമുക്ക് ഈ റീത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഇതുപോലത്തെ ഫ്രഷ് ലീവ്സ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ നല്ല പുല്ലൊക്കെ ഉണക്കിയിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ റീത്ത് തെർമോക്കോളിൽ ചെയ്തെടുത്തുകൊണ്ട് ഗമ്മൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഇങ്ങനെ കുത്തി ഇറക്കി വെക്കാം. പൂവിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മുടെ ക്രിസ്മസ് റീത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഞാൻ ഇതുപോലെ പുല്ല് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് റീത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീക്ക് വേണ്ടി ചെയ്ത ഓർണമെൻറ്റ്സ് അവിടെ ഇവിടെയായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ എലഗൻ ലുക്കാണ് കേട്ടോ.